എൻഡിഎയും തമ്മിൽ വാശിയേറിയ മത്സരമാണ്. നുഴഞ്ഞുകയറ്റക്കാരെ ഹേമന്ത് സോറൻ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് എൻഡിഎ ഉയർത്തുന്നത്. നുഴഞ്ഞുകയറ്റക്കാരുടെ സഖ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തെ വിശേഷിപ്പിച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ ജാർഖണ്ഡിൽ സുരക്ഷിതരെന്ന വിമർശനം എൻഡിഎ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ജാർഖണ്ഡിൽ പ്രചരണത്തിനെത്തിയ ആഭ്യന്തരമന്ത്രി അമിത് ഷാ നുഴഞ്ഞുകയറ്റക്കാർ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് വിവാഹം കഴിക്കുന്നുവെന്നും ഭൂമി തട്ടിയെടുക്കുന്നുമുണ്ടെന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആരോപണം നിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾ അതിർത്തികൾ സുരക്ഷിതമാക്കേണ്ടതും നുഴഞ്ഞുകയറ്റം തടയേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. ആഭ്യന്തര മന്ത്രാലയവും ആഭ്യന്തരമന്ത്രിയും പരാജയപ്പെട്ടെന്നാണോ പ്രധാനമന്ത്രി പറയുന്നതെന്നും പവൻ ഖേര ചോദിച്ചു. നുഴഞ്ഞുകയറ്റം തടയുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ പരാജയപ്പെട്ടെങ്കിൽ സംസ്ഥാന സർക്കാർ എങ്ങനെ ഉത്തരവാദികളാകുമെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇന്ത്യ സഖ്യം അധികാര തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ എൻഡിഎ അധികാരത്തിലെത്താമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ്.